സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് 100 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. PSC ചോദിച്ചിട്ടുള്ള 100 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. ഈ ഒരു എക്സാമിന്റെ കട്ട് ഓഫ് വെച്ചിരിക്കുന്നത് 92 മാർക്കാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ കിട്ടുന്ന മാർക്ക് കമന്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യമേതാണ്? മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യമേതാണ്? ഭൂട്ടാൻ ആണ്. ഭൂട്ടാൻ. ഓപ്ഷൻ ഡി ഭൂട്ടാൻ. ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന വർഷം? ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന വർഷം ഏത്? 1853 ആണ്. 1853 ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്നത്. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ആര്? നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ആര്? ദീനബന്ധു മിത്രയാണ്. ദീനബന്ധു മിത്രയാണ് നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത്. 1857 നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലമേത്? നാനാ സാഹിബ് എവിടെയാണ് കലാപം നയിച്ചത്? നാനാ സാഹിബ് കാൺപൂരിലാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. ഓപ്ഷൻ സി കാൺപൂർ. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആര്? ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭു ആണ്. ഡൽഹൌസി പ്രഭു. ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത്? ഭരണഘടനയുടെ താക്കോൽ ആമുഖമാണ്. ഭരണഘടനയുടെ താക്കോൽ ആമുഖം. പെരിയാർ കടുവാ സങ്കേതം നിലകൊള്ളുന്ന ജില്ല ഏത്? പെരിയാർ കടുവാ സങ്കേതം ഇടുക്കി ജില്ലയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടും ചോലയാണ്. പാമ്പാടും ചോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം? കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം ഏത്? 2017 ആണ്. 2017 കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത്. പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം? പത്മശ്രീ നേടിയ ആദ്യ മലയാളി കായിക താരം ആരാണ്? MD വത്സമ്മയാണ്. MD വത്സമ്മ. പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരമാണ് MD വത്സമ്മ. സമത്വ സമാജ സ്ഥാപകൻ ആര്? സമത്വ സമാജ സ്ഥാപകൻ വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ. കല്ലുമാല സമരം നടത്തിയത് ആരാണ്? കല്ലുമാല സമരം നടത്തിയത് അയ്യങ്കാളിയാണ്. കല്ലുമാല സമരം നടത്തിയത് ആര്? അയ്യങ്കാളി. തോൽവിറക് സമരം നടന്നത് ഏത് ജില്ലയിലാണ്? തോൽവിറക് സമരം നടന്നത് ഏത് ജില്ലയിലാണ്? കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് തോൽവിറക് സമരം നടന്നത്. കുണ്ടറ വിളംബരം നടന്ന വർഷം? കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 ആണ്. 1809. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആര് എന്ന് കമന്റ് ചെയ്യുക. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആര് എന്ന് കമന്റ് ചെയ്യുക. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം? ഉപ്പു സത്യാഗ്രഹം നടന്നത് പയ്യന്നൂരിലാണ്. പയ്യന്നൂർ. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ ആസഫ് അലിയാണ്. അരുണ ആസഫ് അലിയെ ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് വിശേഷിപ്പിച്ചത് ആരെയെന്ന് ചോദിക്കാറുണ്ട്. ഗാന്ധിജി. പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിലെ ആകെ പല്ലുകളുടെ എണ്ണം എത്ര? 32 ആണ്. ഓപ്ഷൻ ബി 32. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡ്. ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനം ഏത്? ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇക്കോളജി. ഓപ്ഷൻ സി ഇക്കോളജി.
പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലായിരിക്കും കാണപ്പെടുന്നത്? അലസവാതകങ്ങൾ പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിലാണ്? 18ാമത്തെ ഗ്രൂപ്പാണ്. 18ാം ഗ്രൂപ്പ്. എൽ പി ജിയിലെ മുഖ്യ ഘടകം ബ്യൂട്ടേൻ ആണ്. ബ്യൂട്ടേൻ. ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡെസിബൽ. ഊർജത്തിന്റെ യൂണിറ്റ് ജൂൾ. കടൽക്കാറ്റ് ഉണ്ടാകുന്നതിന് കാരണമാകുന്ന താപപ്രക്രിയ സംവഹനമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സംവഹനം. 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏത്? സ്വത്തവകാശത്തെയാണ് മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടത്. എത്രാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 44ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. സ്വത്തവകാശം ആദ്യം ഏത് തരത്തിലുള്ള അവകാശമായിരുന്നു? മൗലിക അവകാശത്തിൽ പെടുന്നതായിരുന്നു. നിലവിൽ ഇപ്പോൾ ഇത് നിയമപരമായ അവകാശമാണ്. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആരായിരുന്നു? ആർ ശങ്കർ. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആരായിരുന്നു? ആർ ശങ്കർ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്? കെ കേളപ്പൻ. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക കണ്ടെത്തിയത് റൂദർഫോർഡ്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏത്? അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? തന്നിരിക്കുന്നത് ബ്രസീൽ, ഫ്രാൻസ്, ഈജിപ്ത്, ഇറാൻ. ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഓപ്ഷൻ എ ആണ്, ബ്രസീൽ. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി ഓപ്ഷൻ ബി ആണ്, 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. ഓപ്ഷൻ ബി, 8 ഡിഗ്രി 4 മിനിറ്റ് ടു 37 ഡിഗ്രി 6 മിനിറ്റ്. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? കൊടൈക്കനാൽ ആണ്. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്തത് ഏത്? നർമ്മദാ നദിയാണ് ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. നർമ്മദാ നദി പതിക്കുന്നത് അറബിക്കടലിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ഏതാണ്? ലേ ആണ്. ലേ ഏത് നദിക്കരയിലാണ്? സിന്ധു നദിക്കരയിലാണ് ലേ സ്ഥിതി ചെയ്യുന്നത്. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നും എടുത്തതാണ്? എടുത്തിരിക്കുന്നത്? അറബി ഭാഷയിൽ നിന്നുമാണ്. മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത് മൗസീം എന്ന അറബി വാക്കിൽ നിന്നുമാണ്. ഈ വാക്കിന്റെ അർത്ഥം ഋതു അല്ലെങ്കിൽ കാലം എന്നാണ്. മൗസി. അടുത്ത ചോദ്യം, ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിന് പ്രസിദ്ധമാണ് ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതാണ്? കാഞ്ചൻജംഗ ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം. കാഞ്ചൻജംഗ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സിക്കിമിലാണ്.
ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം. ഝാൻസി റാണി 1858 1858. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത് ആര് ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ്? വാറൻ ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിങ്സ് ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്. വാറൻ ഹേസ്റ്റിങ്സ്. ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവനയർപ്പിച്ച പ്രസ്ഥാനം ഏത്? ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവനയർപ്പിച്ച പ്രസ്ഥാനം ഏതാണ്? ബ്രഹ്മസമാജമാണ്. ബ്രഹ്മസമാജം. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ആത്മീയ സഭ രൂപീകൃതമായ വർഷം 1815 1815 ആത്മീയ സഭ രൂപീകരിച്ചത്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. 1954 ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര്? പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയ ആദ്യത്തെ വ്യക്തി ആര്? ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. ഡോക്ടർ സക്കീർ ഹുസൈൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ എന്തിനെ കുറിച്ചാണ്? മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാനായിട്ട് പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ്? 24ാം ഭേദഗതിയാണ്. ഓപ്ഷൻ ബി 24ാം ഭേദഗതി. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ്. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്നത് അനുച്ഛേദം 16 ആണ്. അനുച്ഛേദം 16. അടിയന്തരാവസ്ഥക്കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? അടിയന്തരാവസ്ഥക്കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? 359 വകുപ്പ് 359 പ്രകാരമാണ് അടിയന്തരാവസ്ഥക്കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1993 1993. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഗവർണർ. താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? ഇവിടെ തന്നിരിക്കുന്നു. കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ. എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആരാണ്? കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്.
ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം, ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ പുരുഷ അംഗം ആരാണ്? ഓപ്ഷൻ ഡി ആണ് അലോക് റാവത്ത്. അലോക് റാവത്ത്. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത്, കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഏതാണ്? മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരം. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? 1.18% കേരളം. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ 1.18% കേരളം. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം, കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏതാണ്? കുണ്ടറയാണ്. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏത്? കുണ്ടറ. മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലാണ് സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ്, KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ഏതാണ്? ബ്രഹ്മപുരമാണ്. ബ്രഹ്മപുരം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിത അക്കാമ ചെറിയാൻ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അക്കാമ ചെറിയാൻ. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് വെങ്ങാനൂരാണ്. വെങ്ങാനൂർ. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠസ്വാമിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, വൈകുണ്ഠസ്വാമി. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? എവിടെ നിന്നുമുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരിയാണ്. തലശ്ശേരിയിൽ നിന്നുമുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏത്? അഞ്ചുതെങ്ങ് കലാപമാണ്. ഓപ്ഷൻ ഡി, അഞ്ചുതെങ്ങ് കലാപം. ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? പുരളിമല പഴശ്ശി വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല. പഴശ്ശി വിപ്ലവം. മേൽക്കുര മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. മേൽക്കുര മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത്? തമിഴ്നാടാണ്. ഓപ്ഷൻ സി, തമിഴ്നാട്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരങ്ങളിൽ പെടാത്തത് ഏത്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരങ്ങളിൽ പെടാത്തത് ഏത്? ചമ്പാരൻ സമരമാണ്. ചമ്പാരൻ സമരം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് കുളത്തുപുഴയാണ്. കുളത്തുപുഴ. ഏത് മേഖലയുടെ ഉദ്ധാരണത്തിനായി ആരംഭിച്ച ക്യാമ്പയിനാണ് ഹൂനാർ ഹട്ട്? ഹൂനാർ ഹട്ട് ഏത് മേഖലയുടെ ഉദ്ധാരണത്തിനായിട്ട് ആരംഭിച്ച ക്യാമ്പയിനാണ്? കരകൗശല മേഖലയാണ്. കരകൗശല മേഖല. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര്? സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര്? വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ. ജീവകമേയിൽ നിന്നും രൂപപ്പെടുന്നതും കണ്ണിന്റെ കാഴ്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നതുമായ പദാർത്ഥം. ജീവകം എയിൽ നിന്നും രൂപപ്പെടുന്നതും കണ്ണിന്റെ കാഴ്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നതുമായ പദാർത്ഥം ഏത്?
റെറ്റിനാൽ ആണ്, റെറ്റിനാൽ. മനുഷ്യ ശരീരത്തിൽ ഏത് അന്തസ്രാവി ഗ്രന്ഥിയിൽ നിന്നാണ് എപ്പിനെഫ്രിൻ എന്ന ഹോർമോൺ ഉണ്ടാക്കുന്നത്? മനുഷ്യ ശരീരത്തിൽ ഏത് അന്തസ്രാവി ഗ്രന്ഥിയിൽ നിന്നാണ് എപ്പിനെഫ്രിൻ എന്ന ഹോർമോൺ ഉണ്ടാകുന്നത്? അഡ്രിനൽ ഗ്രന്ഥി. ഓപ്ഷൻ സി, അഡ്രിനൽ ഗ്രന്ഥി. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജീവകത്തിന്റെ അപര്യാപ്തത കൊണ്ടാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകുന്നത്? ഏത് ജീവകത്തിന്റെ അപര്യാപ്തത കൊണ്ടാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകുന്നത്? സയനോകൊബാലമിന്റെ അപര്യാപ്തത കൊണ്ടാണ്. ഓപ്ഷൻ സി, സയനോകൊബാലമിൻ. ചേരിചേര പ്രസ്ഥാനത്തിന്റെ ഒന്നാം ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്? ചേരിചേര പ്രസ്ഥാനത്തിന്റെ ഒന്നാം ഉച്ചകോടി നടന്നത് ബെൽഗ്രേഡിൽ വെച്ചാണ്. ബെൽഗ്രേഡ്. ഓപ്ഷൻ ബി, ബെൽഗ്രേഡ്. താഴെ തന്നിരിക്കുന്നവയിൽ ആന്റിബോഡി ഉൽപാദനവുമായി ബന്ധപ്പെട്ട രക്തകോശം ഏത്? ആന്റിബോഡി ഉൽപാദനവുമായി ബന്ധപ്പെട്ട രക്തകോശം ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റ്. കേരളത്തിലെ 16ാമത് വന്യമൃഗ സങ്കേതം. കേരളത്തിലെ 16ാമത് വന്യമൃഗ സങ്കേതം. ഓപ്ഷൻ സി, 4 മാത്രം. ഏതാണ്? മലബാർ വന്യജീവി സങ്കേതമാണ് 16ാമത്തെ വന്യജീവി സങ്കേതം. മലബാർ വന്യജീവി സങ്കേതം. പറമ്പിക്കുളം ടൈഗർ റിസർവ് ഏത് ഗ്രാമപഞ്ചായത്തിലാണ്? പറമ്പിക്കുളം ടൈഗർ റിസർവ് ഏത് ഗ്രാമപഞ്ചായത്തിലാണ്? ഓപ്ഷൻ എ ആണ്, 4 മാത്രം. മുതലമട ഗ്രാമപഞ്ചായത്തിലാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ് വരുന്നത്. മുതലമട. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഓപ്ഷൻ ബി ആണ്, 1 മാത്രം. ഇടുക്കി. കേരളത്തിലെ മഗ്നാകാട്ട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവം ഏത്? കേരളത്തിലെ മഗ്നാകാട്ട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ഓപ്ഷൻ സി, ക്ഷേത്രപ്രവേശന വിളംബരം. കേരളത്തിലുള്ള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓപ്ഷൻ എ ആണ്, 4 മാത്രം. പീച്ചി ആണ്. പീച്ചി. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പീച്ചി. കേരളത്തിലെ കുടുംബശ്രീ യൂണിറ്റുകൾ താഴെ പറയുന്നവയിൽ ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടതാണ്? മൈക്രോ ഫിനാൻസ് സ്ഥാപനം. ഓപ്ഷൻ സി, മൈക്രോ ഫിനാൻസ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏത് പ്രദേശത്തെയായിരുന്നു? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി ബംഗാളാണ്. ബംഗാൾ. ഓപ്ഷൻ ബി, ബംഗാൾ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത 3 ആണ്. ദേശീയ ജലപാത 3. ഇന്ത്യയിൽ ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ 24. ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ 24. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് മരുഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് മരുഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? താർ മരുഭൂമിയിലാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, താർ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന മലനിര ഏത്? മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് കാറക്കോറം മലനിരകളിലാണ്. ഓപ്ഷൻ എ, കാറക്കോറം. താഴെ കൊടുത്തിട്ടുള്ള ഏത് ഏജൻസിയുടെ പുതിയ രൂപമാണ് നീതി ആയോഗ് സംവിധാനം? നീതി ആയോഗ് സംവിധാനം പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ടുള്ളതാണ്. നീതി ആയോഗ്, പ്ലാനിംഗ് കമ്മീഷൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏവ? സമുദ്ര അതിർത്തി പങ്കിടുന്നത് ശ്രീലങ്ക, മാലദ്വീപ്. ശ്രീലങ്ക, മാലദ്വീപ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം? കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ 1964 ആണ്. 1964. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രസ്താവനകൾ തന്നിരിക്കുന്നത് മാർബിൾ ഒരു തരം ആഗ്നേയശിലയാണ്. ഇന്ത്യയിലെ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ തയ്യാറാക്കുന്നത് അതത് സംസ്ഥാനങ്ങളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം.
കൊൽക്കത്ത നഗരം ഹുഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ തെറ്റാണ്. മാർബിൾ ഒരു തരം ആഗ്നേയശില എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റ്. മാർബിൾ ഒരു രൂപാന്തര ശിലയാണ്. മാർബിൾ ഒരു രൂപാന്തര ശിലയാണ്. രണ്ടാമത്, ഇന്ത്യയിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ തയ്യാറാക്കുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സർവേ ഓഫ് ഇന്ത്യ ആണ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സർവേ ഓഫ് ഇന്ത്യ. ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. നാലാമത്തേത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കൊൽക്കത്ത നഗരം ഹുഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അടുത്തത് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ശിലകളെക്കുറിച്ചുള്ള പഠനം പെഡോളജി എന്നറിയപ്പെടുന്നു. സമുദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള ഭൂവൽക്കത്തിന് വൻകരകളിലെ ഭൂവൽക്കത്തേക്കാൾ കട്ടിക്കുറവാണ്. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്നു. സൗരവികിരണങ്ങൾക്ക് ഭൗമവികിരണങ്ങളേക്കാൾ തരംഗദൈർഘ്യം കുറവാണ്. ശരിയായതാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2, 3, 4 എന്നിവ ശരിയാണ്. സമുദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള ഭൂവൽക്കത്തിന് വൻകരകളിലെ ഭൂവൽക്കത്തിനേക്കാൾ എന്താണ്? കട്ടിക്കുറവാണ്. ശരിയാണ്. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും എന്താണ്? ഊഷ്മാവ് കുറയുന്നു. ശരിയാണ്. സൗരവികിരണങ്ങൾക്ക് ഭൗമവികിരണങ്ങളേക്കാൾ തരംഗദൈർഘ്യം കുറവാണ്. ആദ്യത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. പെഡോളജി എന്താണ്? മണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. ശിലകളെക്കുറിച്ചുള്ള പഠനം പെട്രോളജി എന്നതാണ്. പെട്രോളജി എന്നത് ശിലകളെക്കുറിച്ചുള്ള പഠനം, മണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? തന്നിരിക്കുന്നു. റായ്പൂർ ജാർഖണ്ഡിന്റെ തലസ്ഥാനമാണ്. പാമ്പാർ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. കേരളത്തിന്റെ ആകെ വിസ്തീർണത്തിന്റെ 37% പ്രദേശം വനങ്ങളാണ്. ഓപ്ഷൻ ഡി 1, 4 എന്നിവയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. റായ്പൂർ ജാർഖണ്ഡിന്റെ തലസ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നു. റായ്പൂർ ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനമാണ്. റായ്പൂർ ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനമാണ്. ജാർഖണ്ഡിന്റെ തലസ്ഥാനം ഏതാണ്? റാഞ്ചിയാണ്. ജാർഖണ്ഡിന്റെ തലസ്ഥാനം റാഞ്ചി. ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനം റായ്പൂർ. ഇനി കേരളത്തിന്റെ ആകെ വിസ്തീർണത്തിന്റെ 37% പ്രദേശം വനങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന നാലാമത്തെ പ്രസ്താവന തെറ്റാണ്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കേരളത്തിന്റെ വനവിസ്തൃതി ഏകദേശം 29 to 30% ഉള്ളിലാണ് വരുന്നത്. പാമ്പാർ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ്. ശരിയാണ്. ഉപദ്വീപീയയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ശരിയാണ്. പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള കേരളത്തിലെ ജില്ല? പ്രതിമകളുടെ നഗരം തിരുവനന്തപുരമാണ്. പ്രതിമകളുടെ നഗരം തിരുവനന്തപുരം. ഏത് വൈറ്റമിനാണ് രാസപരമായിട്ട് പാൻറ്റോതെനിക് ആസിഡ് എന്നറിയപ്പെടുന്നത്? B5 ആണ്. പാൻറ്റോതെനിക് ആസിഡ് വൈറ്റമിൻ B5 ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം പൗരന്മാർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തി 1928 തയ്യാറാക്കിയ ഭരണഘടനാ സമാനമായ രേഖ ഏതാണ്? നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടാണ്. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. ഏത് സംസ്ഥാനത്തെ കൊയ്ത്തുത്സവമാണ് വാൻഗാല ഫെസ്റ്റിവൽ? വാൻഗാല ഫെസ്റ്റിവൽ മേഘാലയയിലെ കൊയ്ത്തുത്സവമാണ്. മേഘാലയ. പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥമാണ്. സംക്ഷേപ വേദാർത്ഥം. വാതകങ്ങളിലെ താപപ്രസരണ രീതി ഏത്? വാതകങ്ങളിലെ താപപ്രസരണ രീതി സംവഹനമാണ്. സംവഹനം. അവസാനത്തെ ചോദ്യം, ഇന്ത്യയുടെ അവകാശ പത്രിക എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്